ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2 ദിവസമായി കണ്ടിട്ട് കുറച്ച് തിരക്കും പിന്നെ വല്ലാത്ത തലവേദന, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത്. കുറേ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടന്നിട്ടുണ്ടായിരുന്നു. അമ്മയിലടി, പിന്നെ സജിന ഫിറോസിൻ്റെ വേറെ പ്രശ്നങ്ങൾ, ആൻഡ് ടോപ്പിക്കൊന്നും മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇത് കുറേ പേര് ചെയ്തിട്ടുണ്ടാവും. മൈ വേ ബൈ കല്യാണിയുടെ ഒരു റീസെൻറ്റ് ഇഷ്യൂ. സോ ഈ പറയുന്ന യൂട്യൂബറിനെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. നമ്മുടെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ബ്യൂട്ടി വ്ളോഗർമാരിൽ ഒരാളാണ് മൈ വേ ബൈ കല്യാണി. കല്യാണി എന്നൊന്നും അല്ല ഇവരുടെ പേര്, വേറെന്തോ ആണ്. ഓക്കെ, വോട്ടെവർ. അപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്, ബ്യൂട്ടി വ്ളോഗിങ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ, ഒരു സാധനം കൊണ്ട് കാണിക്കും, ഇത് നിങ്ങൾ ഉപയോഗിക്കൂ, വെളുത്തിട്ട് പറ എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങളെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തും. അവരെന്നിട്ട് പൈസ മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്ന പരിപാടി. ഇതാണ് ബ്യൂട്ടി വ്ളോഗേഴ്സ് മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേച്ചി ഇതുപോലെ പ്രൊമോഷൻ നടത്തി ഏറി പോയിട്ടുള്ള വ്യക്തി കൂടിയാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലായിടത്തുമായിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ 3.1 മില്യൺ, ഏതാണ്ട് 31 ലക്ഷം ആൾക്കാരാണ് അത് കണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ 1.3 മില്യൺ ആൾക്കാർ, 13 ലക്ഷം ആൾക്കാർ. അപ്പോൾ അത്യാവശ്യം വിസിബിലിറ്റി കിട്ടിയ ഒരു വീഡിയോ ആണത്. ഇവിടെ നിന്നാണ് പ്രശ്നത്തിന്റെ തുടക്കം. എന്താണെങ്കിലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. ഇന്ന് രാവിലെ അപ്പുക്കുട്ടന് സ്കൂൾ അവധിയാണ്, പക്ഷെ സീച്ചറിന് ജോലിക്ക് പോകണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെ മുടിയൊക്കെ കെട്ടി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി അടുക്കളയിലോട്ട് കയറി കേട്ടോ. നമുക്ക് എളുപ്പ പണിക്കൊന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ പുട്ടെല്ലാം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ടു. ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെയും ഒക്കെ. അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ അപ്പം നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പറായിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എൻ്റെ ഫയലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതുവരെ എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷെ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനും, എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷെ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ മക്കളെ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടാറ്റോ ബൈ, സീ യു. എല്ലാവർക്കും മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം വേറെ കുറേ വീഡിയോസ് വന്നതിന് ശേഷമാണ് നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലായത്. ഈ വീഡിയോയ്ക്ക് ശേഷം ഒരു ലോങ് വീഡിയോ വരുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി, ഇതുവരെ വീഡിയോ ഒന്നും വന്നില്ല. ഓക്കെ, അപ്പോൾ കാര്യത്തിലോട്ട് വരാം. ഈ ക്ലിനിക്ക് നിൽക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കമൻറ്റ് സെക്ഷനിൽ വരും, ചേച്ചി ഈ ക്ലിനിക്കാണോ എന്നും പറഞ്ഞ് കമൻറ്റ് സെക്ഷനിൽ വരും. അപ്പോൾ ആ ക്ലിനിക്കിൻ്റെ പേര് കമൻറ്റ് സെക്ഷനിൽ വന്നു. ഇവർ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ആ ക്ലിനിക്കിൻ്റെ പേര് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നോക്കുകയാണെങ്കിൽ ഇതാണ്ട് therefore.in ഇതാണ് ഒരു പെങ്കൊച്ചടിച്ചത്, അത് പിൻ ചെയ്ത് വെച്ചേക്കുന്നു. യൂട്യൂബിലും താണ്ടേ therefore I am ആണോ ചേച്ചി എന്ന് ചോദിച്ചു. എനിക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അത് റിപ്ലൈ തരണേ പ്ലീസ് എന്ന് പറഞ്ഞ് അതും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കാര്യം മനസ്സിലായി എല്ലാവർക്കും. ഇതാണ് ക്ലിനിക്ക് എന്ന് പറയുന്നത്. ഞാൻ ഈ ക്ലിനിക്കിനെ പറ്റി അധികം കേട്ടിട്ടില്ല. അധികവും നല്ല, ഞാൻ കേട്ടിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. നമ്മൾ ഈ ബ്യൂട്ടി ഫീൽഡിലൊന്നും നിൽക്കുന്ന വ്യക്തിയല്ലല്ലോ, സ്കിൻ കെയർ ഒന്നും ഞാൻ ചെയ്യാറുമില്ല. അതുകൊണ്ട് ഈ ക്ലിനിക്കിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകൾക്ക് ഇത് അറിയാവുന്ന ക്ലിനിക്ക് ആയിരിക്കാം മേ ബി. ഇവർ ഈ വീഡിയോയിൽ പറയുന്ന അലിഗേഷൻ, ഇവർക്കെതിരെയുള്ള പരാതികൾ, ഒന്ന്, ആ ഹോസ്പിറ്റലിൽ ഡോക്ടറിന് ക്വാളിഫിക്കേഷൻ പോരാ. ഈ ഹോസ്പിറ്റലിൽ മെയിൻ ആയിട്ട് ഒരു ഡോക്ടർ ഉണ്ട്, അവരുടെ പേര് ഇവർ പറയുന്നില്ല. പക്ഷെ അവരുടെ പേര് ഡോക്ടർ ഫാത്തിമ നിലുഫർ എന്നാണ്. അവർക്ക് 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്. ഇതൊന്നും അവർ ഇതിനകത്ത് പറയുന്നില്ല. അവർ 3 മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ ഒരു ക്ലിനിക്കിൽ വരുന്നത്. അവർക്ക് കുറെ കേരളത്തിൽ, എനിക്ക് തോന്നുന്നു എറണാകുളത്തും ട്രിവാൻഡ്രത്തും ഒക്കെ ബ്രാഞ്ചസ് ഉള്ളതാണ്. ഇവർ പോയിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ഇവർ കൊല്ലക്കാരിയാണെന്ന് പറയുന്നു. എല്ലാ ടീംസും ഇങ്ങനെയുള്ളത് വന്ന് കൊല്ലത്താണല്ലോ വന്ന് അടിയുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുക. സജിനയുടെ കൊല്ലത്തിലെ കഥകൾ ഇങ്ങോട്ട് മാറിയപ്പോൾ
അടുത്ത കൊല്ലം ഫ്യൂറി എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് മാത്രമുള്ള എക്സ്പീരിയൻസ് ബാക്കിയുള്ള ഡോക്ടേഴ്സിനൊന്നും എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ ഇവർ ചതിക്കപ്പെട്ടു എന്നാണ് ഇത് പറയുന്നത്. അതിനുശേഷം ബില്ല് തരുന്നില്ല, അവരുടെ ഫയൽ തരുന്നില്ല, അങ്ങനെ കുറെ ആരോപണങ്ങൾ ഇവർ ഈ ഹോസ്പിറ്റലിനെതിരെ വെക്കുന്നുണ്ട്. ഇവരുടെ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ദേവ് ടോക്ക് യൂട്യൂബ് ചാനലിൽ അനീഷ് ദേവ് പുള്ളി ഈ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ ഹോസ്പിറ്റലിന്റെ സൈഡിൽ നിന്ന് വരുന്നത്, എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ആദ്യം നിങ്ങൾ ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുക. അതിനുശേഷം ആ ഹോസ്പിറ്റലിലെ ഓണറായിട്ടുള്ള ഡോക്ടർ ഫാത്തിമ പറയുന്ന വോയിസ് കൂടെ ഞാൻ വെക്കാം. അന്നേരം കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തിനാണ് ഇവർ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം ദേവിന്റെ ചാനലിൽ വന്ന വീഡിയോ ആദ്യം ഞാൻ വെക്കാം. സോറി ഗൈസ്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലിനിക്കിനെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നുണ്ട്, തെറ്റിപ്പോയതാണ്. എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത്. ഇറ്റ്സ് ക്ലിനിക്. ഓക്കെ, ഫസ്റ്റ് വിസിറ്റ് അറൗണ്ട് ഒരു 8 months മുന്നെയാണ് ക്ലയന്റ് വന്നത്. ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു വൈറ്റനിങ് ക്രീമാണ്. ക്രീമിന്റെ പേര് ഞങ്ങൾ ഇവിടെ പറയുന്നില്ല. ഒരു സ്റ്റിറോയിഡ് ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്ത് ആൾക്ക് ഫെയർ ആയി, കുറച്ച് സ്കിൻ ഒന്ന് വെളുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് പിഗ്മെന്റേഷൻ വരാൻ തുടങ്ങി ആളുടെ സ്കിന്നിൽ. അപ്പൊ ആൾക്ക് മനസ്സിലായി അതിന്റെ എന്തോ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണെന്ന് ആൾക്ക് മനസ്സിലായിട്ടാണ് ആള് ഞങ്ങളെ മീറ്റ് ചെയ്യുന്നത്. ഇവരിവിടെ 8 മാസമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. 2, മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുക്കാൻ തേച്ചത് വാണ്ടായി. സ്കിന്ന് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെറോയിഡ് ക്രീം യൂസ് ചെയ്തു, അത് സ്കിന്നിനെ ഡാമേജ് ആക്കി. ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എന്ത് കടച്ചാതി ക്രീമും കിട്ടിക്കഴിഞ്ഞാൽ വാരി തേച്ച് മേ ബി കുളവായതാവാം. എന്താണെങ്കിലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് കേട്ടോ, ഈ പ്രൊമോഷൻ വരുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതറിഞ്ഞതിൽ ഒരു സന്തോഷം. കാര്യം ചില ടീംസ് ഉപയോഗിക്കാതെ ഇത് ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ച് സൂപ്പറാന്ന് പറഞ്ഞ് വന്ന് കാണിക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ താങ്കൾ ഒരു വ്യത്യസ്തത തന്നെ. എന്താണെങ്കിലും ഉപയോഗിച്ച് മുഖത്ത് പരീക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കാര്യത്തിൽ നമ്മൾ കയ്യടി കൊടുക്കേണ്ടതാണ്. പക്ഷെ ആ ഒരു പ്രോഡക്റ്റിന്റെ പേരും കൂടെ അറിയണമായിരുന്നു. അറിഞ്ഞാലേ ഈ പ്രോഡക്റ്റ് ഇവർ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇവരുടെ ഒരു സ്വഭാവമൊക്കെ വെച്ചിട്ട് പൈസയും മേടിച്ച് പ്രൊമോഷനും ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷമായിരിക്കും ഈ സ്കിൻ ഡാർക്കനായി തുടങ്ങിയത്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ഡോക്ടറിനെ തന്നെയാണ് ആള് ഫസ്റ്റ് വിസിറ്റ് ചെയ്തും ഫുൾ കണ്ടതും ഡോക്ടറിനെ തന്നെയാണ്. ആൻഡ് ഓക്കെ, ഇപ്പൊ ഇവർ ആദ്യം കൺസൾട്ട് ചെയ്തത് ഇവരുടെ മെയിൻ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ഫാത്തിമ നിലുഫറിനെയാണ്. ഇതാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. 74,000 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ഫേസ് വാഷ് ഒട്ടും പതയാത്തൊരു ഫേസ് വാഷ് എടുക്കുക. പതയും തോറും സ്കിന്നിന്റെ ടോപ്പ് ലെയർ ഡ്രൈ ആയി പോകും. അപ്പോൾ പ്രായമാകുമ്പോൾ സ്കിന്നിൽ നിന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ റിങ്കിൾസ് വരുന്നത്. അപ്പൊ പതപ്പിക്കലോ ഡ്രൈ ആക്കലോ, ഇപ്പൊ കടലപ്പൊടി പയറുപൊടി പോലത്തെ ഡ്രൈ ആക്കും തോറും ആണ് സ്കിന്നിന്റെ pH മാറുക. അപ്പൊ pH മാറാത്ത രീതിയിലുള്ള ഒരു ഫേസ് വാഷ് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞാൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇങ്ങനത്തെ നിങ്ങൾ ഈ സ്റ്റുഡിയോ ലൈറ്റ്സ് അടക്കം ഈ ബ്ലൂ ലൈറ്റ് അടക്കം എല്ലാം ഫോട്ടോ ഡാമേജിങ് ആണ്. അപ്പൊ നമുക്ക് ഏജിങ് സംഭവിക്കാൻ പറ്റുന്ന ഈ ലൈറ്റ് സിസ്റ്റം. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സൺസ്ക്രീൻ ഉപയോഗിക്കണം. ആ സൺസ്ക്രീൻ എത്ര വട്ടം അയ്യോ, അപ്പൊ ഈ വെട്ടത്തിന്റെ അടി ഇരിക്കുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കണോ ചേച്ചി? അല്ല ഡോക്ടറെ. അപ്പൊ ഇതാണ് ഡോക്ടർ. ഓക്കെ, ഇവര് അത്യാവശ്യം എനിക്ക് തോന്നുന്ന ഇൻഡസ്ട്രിയിൽ ഫേമസ് ആണ്. ഈ ദെയർഫോർ ഐ ആം എന്ന് പറയുന്ന കമ്പനിയുടെ CEO ആണ് ഡോക്ടർ ഫാത്തിമ നിലുഫർ ഷെരീഫ് എന്നാണ് ഇവരുടെ പേര്. ഇവരാണ് ഈ ക്ലിനിക്കിന്റെ മുഖം. ഓക്കെ, ഇവർ തന്നെയാണ് ലോണ്ടർ. അന്നേരം ഇവരെ വെച്ചിട്ടാണ് ഈ ക്ലിനിക്ക് റൺ ചെയ്യുന്നത്. അത്യാവശ്യം ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരു ഡോക്ടറാണ്. ഇവരുടെ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല സെലിബ്രിറ്റീസിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും. ഈവൻ മോഹൻലാലിന്റെ കൂടെ വരെ നിൽക്കുന്ന ഫോട്ടോസ് വരെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇന്ദ്രജിത്തിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. അയ്യോ, ഇന്ദ്രജിത്തിന്റെ കൂടെ വരെ ഭാര്യ എന്നല്ല നിൽക്കുന്നത്, ഇവരാന്ന് തോന്നുന്നത്. എന്തരാണെങ്കിലും ഇന്ദ്രജിത്തിന്റെ കൂടെ നിൽക്കുന്ന ഇവരൊക്കെ ആയിട്ട് അത്യാവശ്യം ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത് മോഹൻലാൽ എനിക്കൊന്ന് അൺമാച്ച് ഹോസ്പിറ്റാലിറ്റി വിത്ത് ഡിയർ ഫ്രണ്ട്സ് ഗ്രേറ്റ്ഫുൾ മോഹൻലാലിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഉണ്ട്. ഫോട്ടോസൊക്കെ എന്ന് പറഞ്ഞ് ബന്ധമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും എനിക്ക് തോന്നുന്നു ഇവരുടെ പ്രൊഫൈൽ കണ്ടിട്ട് അത്യാവശ്യം ഹൈ പ്രൊഫൈൽ ടീമാണ്. ഒരു സെലിബ്രിറ്റി കണക്ഷൻസ് ഇവർക്കുണ്ട്. ഓക്കെ, പക്ഷേ ഇവർ പറയുന്നത് ഇതിനകത്ത് മെയിൻ ഇഷ്യൂ ഈ കല്യാണിയുടെ കൊളാബാണ് ഇവിടുത്തെ പ്രശ്നം. സിസ്റ്റർ വന്നിട്ട് മാമിനെ കണ്ടു. അപ്പൊ മാം പറഞ്ഞു ആ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റിറോയിഡ് ക്രീം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അത് നമ്മൾ അങ്ങനെ കൈൻഡ് ഓഫ് സ്റ്റിറോയിഡ് ക്രീംസ് കൊടുക്കാറില്ല. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂട്ടതയോൺ IV സജസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ആളുടെ. നമ്മൾ ഫുൾ ഹിസ്റ്ററി എടുത്തതിന് ശേഷമാണ് ചെയ്തത്. ആൻഡ് IVs എടുത്തു ഒരുപാട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷന് ആള് വന്നപ്പോ ആള് കൊളാബ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു? യെസ്, ആളുടെ ഫീൽഡ് ആണല്ലോ, ലൈക് ഇൻഫ്ലുവൻസർ ആണല്ലോ.
അപ്പോൾ നമുക്ക് ആക്ച്വലി എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ കൊച്ചിയിലെ പനമ്പള്ളി ക്ലിനിക്കിലെ മഞ്ജു വാര്യർ തൊട്ട് എല്ലാവരും നമ്മുടെ ക്ലയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അവരെ വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഒരു സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു പ്രൊമോഷനോ ഒരു ആഡോ ചെയ്തിട്ടില്ല. ഈവൻ പെയ്ഡ് ആഡ്സ് പോലും നമ്മൾ സെലിബ്രിറ്റീസിനെ വെച്ച് ചെയ്തിട്ടില്ല. ബൈ ബിക്കോസ് നമ്മുടെ സിഇഒക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. ചെയ്യാനാണെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ ക്ലയൻസ് ആണ് പനമ്പള്ളിയിൽ. വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, മാം ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഓൺ ദാറ്റ്. ബൈ ബിക്കോസ് നമുക്ക് അല്ലാതെയുള്ള ആഡ്സ് മതി എന്നാണ് ആളുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോ നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീമും അല്ല നമ്മുടെ കമ്പനി വന്നിട്ട് ഈ ഒരു സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ കൊളാബ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരല്ല. എത്ര വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട് അറിയോ? യെസ്, 15 വർഷത്തിന് മേലെയായി തൃശ്ശൂരും കൊച്ചിയിലും ഒക്കെ. ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷം ആവുന്നു. ഓക്കെ, 15 കൊല്ലത്തിൽ മുകളിലുള്ള ടീമാണ്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം, ആ കുട്ടി പറഞ്ഞത് ശരിയാണ്, ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൊളാബ് ഒന്നും എടുക്കുന്ന ടീമല്ല. ഇവരുടേതായിട്ടുള്ള വീഡിയോസ് ആണ് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിൽ സാധനം എടുത്ത് ഒരു ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് വീഡിയോസ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്ത് ചെയ്തേക്കുന്നത്. അതിനകത്ത് ഒരു സെലിബ്രിറ്റീസിൻ്റെയോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിൻ്റെയോ കൈൻഡ് ഓഫ് ഒരു കൊളാബ് ഒന്നുമില്ല. ഇവർ തന്നെയാണ് ഇവരുടെ പ്രോഡക്റ്റ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നത്. ആര്? ഈ ഡോക്ടർ തന്നെയാണ്. അവർക്കൊരു ഇതുണ്ട്, ഒരു ഫേസ് വാല്യൂ ഉണ്ട്, അതാണ് അവർ യൂസ് ചെയ്യുന്നത്. അല്ലാതെ വേറെ പുറത്തുനിന്നുള്ള ടീംസിനെ ഒന്നും വിളിച്ച് ഇതിനകത്ത് ചെയ്യിപ്പിച്ചിട്ടില്ല. ഓക്കെ, അപ്പം ഇതാണ് അത് സംഭവം ശരിയാണ്. ഓക്കെ, ഇവർക്ക് ഇത്രയും കണക്ഷനൊക്കെ ഉണ്ടായിട്ടും ഇന്നത്തെ കാലത്ത് അതൊന്നും ഉപയോഗിക്കാതെ ഇവർ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വലിയ കാര്യമാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് ഓരോ ക്ലിനിക്കും എന്ത് വെച്ച് ആരെ വെച്ച് കൊളാബ് നടത്തി ഫേമസ് ആവാൻ പറ്റും എന്ന് നോക്കുന്ന സമയത്ത് ഇവരുടെ കണക്ഷൻസ് ഒന്നും ഇവർ യൂസ് ചെയ്യുന്നില്ല. ഒരു ഇന്റർവ്യൂവിനകത്ത് സംയുക്ത വർമ്മ, നമ്മുടെ പഴയ നടി സംയുക്ത വർമ്മ ഇവരെ പറ്റി പറയുന്നുണ്ട്. അതുകൂടെ ഞാനൊന്ന് വെക്കാം. ഇപ്പൊ ഇഷ്ടംപോലെ ക്ലിനിക്സ് ഉണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നോൺ സർജിക്കലും സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഇഷ്ടംപോലെ. ഫാറ്റ് മാത്രം എടുത്ത് കളയണോ? എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാമല്ലോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മുടെ ശരീരം മാറ്റാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ദൈവാനുഗ്രഹിച്ച് ഇവിടെ ഉണ്ട്. മാത്രമല്ല എനിക്ക് അത് നല്ലൊരു സുഹൃത്തും ഉണ്ട് ഈ ഒരു ഫീൽഡിൽ. നിലൂഫർ എന്ന് പറയുന്ന ഒരു കുട്ടി, ദെയർ ഫോർ ഐ ആമിന്റെ ഓണർ. ആ കുട്ടി ശരിക്കും നിലു ചെറിയ കുട്ടിയാണ്. നിലുവിന്റെ ചെറിയ കുട്ടിയാണ്, അവർക്ക് 40 വയസ്സ് 40+ ഉണ്ട്. അവര് തന്നെ അവരുടെ വീഡിയോ പറയുന്നുണ്ടല്ലോ. ചേച്ചിയെ സംബന്ധിച്ച് ചെറിയ കുട്ടി എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അമ്മ നിമ്മിയാൻറ്റി എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. എന്നെ കല്യാണത്തിന് ഒരുക്കിയത് നിമ്മിയാൻറ്റിയാണ്. എൻ്റെ ചെറിയമ്മയും നിമ്മിയാൻറ്റിയും വലിയ അടുപ്പായിരുന്നു. അപ്പം ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ട് നിമ്മിയാൻറ്റിയുടെ അടുത്ത് പോകും. അപ്പം നിമ്മിയാൻറ്റിയുടെ മോളാണ് നിലൂഫർ. അപ്പം ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് പോയിട്ടില്ല എന്നല്ല, ഞാൻ പോയിട്ടുണ്ടാകും. നിലൂഫറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തോ ഇങ്ങനെ സ്കിന്നിൻ്റെ കാര്യം അങ്ങനെ എന്തോ ചോദിക്കുമ്പോൾ ഈ കുട്ടി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്നോടുള്ള അടുപ്പം കൊണ്ടായിരിക്കും പറയണത്. അപ്പുറത്ത് വേറെ ആരൊക്കെയോ വന്നു, ആ കുട്ടി അവരോടും ഈ കുട്ടി പറയുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുക കുട്ടീൻ്റെ അടുത്ത്, എന്തിനാണ് ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ഇത് കുട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല, മുടി ഉണ്ടല്ലോ, മുടി വെറുതെ പോകണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ മോളെ ബിസിനസ് നടക്കണേ എന്ന് പോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് അതൊരു പാഷനാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങളുണ്ട്. വേണ്ടത് അത് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ, നമുക്ക് ചേഞ്ചസ് വരുത്താൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ട്. പക്ഷെ എനിക്കതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ പ്രൊഫഷൻ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. സംയുക്ത വർമ്മയുടെ ഏജ് 46, മറ്റവർക്കും 40+ ഉണ്ട്. അവരെ കണ്ട വലിയ പ്രായം തോന്നിക്കത്തില്ല, അതുകൊണ്ടായിരിക്കും പറഞ്ഞത്. ഓക്കെ, സംയുക്ത വർമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരെ കുട്ടി എന്ന് വിളിക്കണ്ട. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഞാനതൊന്ന് മാറിപ്പോന്നു. അപ്പം മറ്റേ നിലൂഫർ, സോ അവരെ പറ്റി പറയുന്നത് ഒരു പാഷൻ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെന്നാണ്. മേ ബി ശരിയായിരിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പേജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അഗ്രസീവ് മാർക്കറ്റിംഗ് നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവരുടെ ക്ലയൻസ് ഒക്കെ അത്യാവശ്യം ഒരു ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സെലിബ്രിറ്റി അങ്ങനെ അത്യാവശ്യം ആ ഒരു കൈൻഡ് ഓഫ് ടീംസ് ആണ്. അന്നേരം ഒരു അഗ്രസീവ് മാർക്കറ്റിംഗ് ചെയ്ത് ആ ഒരു സാധാരണക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെന്ന് എല്ലാ ക്ലയൻറ്റിൻ്റെയും കൂടെ ആവശ്യം ഇല്ലെന്ന് തോന്നുന്നുണ്ടായിരിക്കും. മേ ബി അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യാത്തത്. പിന്നെ ഈ സിനിമ സോഷ്യൽ മീഡിയ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇവരെ പറ്റി അറിയാമെന്ന് തോന്നുന്നു, അത്യാവശ്യം ക്രെഡിബിൾ ആണെന്ന് തോന്നുന്നു. ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഉണ്ണി വ്ളോഗ്സ്, പുള്ളിക്കാരൻ്റെ കൂട്ടിലുള്ള ഒരു ഗേൾഫ്രണ്ട് ആണെന്ന് തോന്നുന്നു, അത് വൈഫാണെന്ന് അറിയില്ല, വാട്ടെവർ, ആ ഒരു രണ്ടുപേരും കൂടെ ഈ ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം അവരുടെ ഒരു എക്സ്പീരിയൻസും അവരുടെ ഈ റീസെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇവരവിടെ ചെന്ന സമയത്ത് ഈ മൈ ബേ ബൈ കല്യാണിയിലെ ആ പെങ്കൊച്ചിനെ അവിടെ വെച്ച് കണ്ടു എന്നും പറയുന്നു. ഉണ്ണി വ്ളോഗിന്റെ വീഡിയോ കൂടെ ഞാൻ വെക്കാം. ഈ ക്ലിനിക്കിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ്
എന്നാണ് ഞാൻ പറയുന്നത്. അതിനർത്ഥം അവിടെ ചെല്ലുന്ന എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് ആയിരിക്കുമെന്നോ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടായിരിക്കും എല്ലാവരും അവിടെ നിന്ന് മടങ്ങുന്നതെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സോ ഫാർ ഞാൻ അവരുടെ സർവീസിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ അവിടെ ചെല്ലുന്നു, ഫ്രം ദ റിസപ്ഷൻ അവിടം തൊട്ട് ഏറ്റവും മാന്യമായിട്ടാണ് അവിടെ ഇരിക്കുന്ന ആൾക്കാർ നമ്മളുടെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും അതിനെ പറഞ്ഞാൽ അവരത് കേൾക്കുകയും അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരികയുമാണ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഡോക്ടർ ആണെങ്കിലും ഞാനവിടെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ നമിതയാണ്. നമിതയുടെ അടുത്താണെങ്കിലും ഞാൻ എന്ത് പറഞ്ഞാലും നമിത അത് ഇരുന്ന് കേട്ട് എൻ്റെ അടുത്ത് ഇന്നേ വരെ എനിക്ക് അനാവശ്യമായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ ആവും ശ്രുതി, അപ്പോൾ ഇന്നൊരു പ്രൊഡക്റ്റും കൂടെ ഞാൻ സജസ്റ്റ് ചെയ്യട്ടെ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നമ്മൾ സ്കിന്നിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതി. ഇപ്പം ലാസ്റ്റ് ഞാൻ ലിപ് അലർജി ഈ സംയുക്ത വർമ്മ പറയുന്നതും ഇവർ പറയുന്ന ഏതാണ്ട് സെയിം കാര്യങ്ങൾ തന്നെയാണ്. അവരൊരു വേണ്ടാത്ത ഒരു പ്രോഡക്റ്റ് അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ തലയിലോട്ട് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. സോ ആ ഒരു കാര്യം അവർ ഫോളോ ചെയ്യുന്നുണ്ട്. എന്ന സമയത്തും ആദ്യം ഒരു ഇത് തന്നിട്ട് അതിലും മാറിയിട്ടില്ല. നമ്മൾ സ്കിന്നിലൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു രാത്രി ഇരുട്ടി വെളുത്ത് കഴിയുമ്പോൾ നമുക്കൊരു റിസൾട്ട് ഒന്നും നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യരുത്. കുറച്ച് സമയം വേണം. അപ്പോൾ നമ്മളൊരു 5 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മാറ്റമില്ല എന്നാണെങ്കിൽ നമുക്ക് ഒരു ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്ത് കൺസേൺസ് ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാലും വളരെ ക്ഷമയോടുകൂടിയാണ് അവർ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ വന്നപ്പോഴും നമ്മൾ സെയിം ഡോക്ടറെയാണ്. അപ്പം അതാണ് അവരുടെ എക്സ്പീരിയൻസ്. പക്ഷെ എല്ലാവരുടെയും സ്കിൻ ഒരുപോലെ ആവണമെന്നില്ല. എല്ലാവർക്കും ഈ ട്രീറ്റ്മെന്റ് അവരുടെ ട്രീറ്റ്മെന്റ് സാറ്റിസ്ഫൈ ആവണമെന്നില്ല. എല്ലാവർക്കും അത് റിസൾട്ട് കിട്ടണമെന്നുമില്ല. ഈ ലോകത്ത് 100% ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കാര്യവുമില്ല. അപ്പൊ അതാണ് ഞാൻ ഈ സംയുക്ത വർമ്മയുടെയും ഉണ്ണി വ്ലോഗിന്റെയും കാര്യം വെച്ചത് ഈ ഹോസ്പിറ്റലിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ കേട്ടുകൊണ്ടിരുന്ന വോയിസിന്റെ ബാക്കി കേൾക്കാം. ആരെങ്കിലും പറഞ്ഞിട്ട് അറിഞ്ഞതാണോ അതോ ഡയറക്റ്റ് വിളിച്ചു വന്നതാണോ? മാമിന്റെ ഭയങ്കര ഫാൻ ആയിരുന്നു ആള്. മാമിനെ ഭയങ്കരമായിട്ട് ഫോളോ ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്ത് വന്ന ഒരു ക്ലയന്റ് ആണ് അയാള്. മാമിന്റെ ഭയങ്കര ഫാൻ ആയിരുന്നു പറയുന്നത്. മാമിന്റെ ഫാൻ. പക്ഷെ മാമിന്റെ ഒരു വോയിസ് ഞാൻ വെക്കാൻ കുറച്ച്. അതിനകത്ത് മാം പറയുന്നത് അവിടെ നീ പുഴുത്ത് ചാവടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രാഗിയിട്ടാണ് ഇവര് പോയതെന്നാണ് പറയുന്നത്. മാമിന്റെ ഫാൻ കൊളാബിന് വേണ്ടിയിട്ട് വന്ന് തള്ളിയതായിരിക്കും. മാമിന്റെ ഫാനാണ് ഒരു ക്ലാബ് എന്ന് പറഞ്ഞ പക്ഷെ കൊടുത്തില്ല. പോയി പണിയൊക്കെ അപ്പോഴത്തേക്ക് അവിടെ പ്രാഗിയിട്ട് അവിടെ ഇരുന്ന് കരിഞ്ഞു മെഴുകി പ്രാഗിയിട്ടാണ് പോയത്. നോർമൽ കൺസൾട്ടേഷൻ വരുമ്പോൾ പോലും കൺസൾട്ടേഷൻ ടൈമിൽ കരച്ചിലാണ്. ഇവരുടെ വ്യൂവേഴ്സ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടു, എന്താ കറുത്തിരിക്കുന്ന ആള് ഭയങ്കര ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരാളാണ്. അവരുടെ ഈ ഒരു പ്രശ്നം വരാനുള്ള റീസൺ എന്താണ്? ഐ മീൻ ഇങ്ങനെ ഒരു ബില്ല് ചോദിച്ചു കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അല്ല ബിൽസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൊടുക്കായികയൊന്നുമല്ല. ആൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് എനിക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പേയ്മെന്റ് ചെയ്തു വന്നിട്ട് കൊളാബ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എനിക്ക് അവരെ റിജക്ട് ചെയ്തു, വേറെ ക്ലിനിക്കുകളിൽ റേറ്റ് കുറവാണ് എന്നൊന്നും ആൾക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരു ക്ലയന്റിനോട് റേറ്റ് പറഞ്ഞ് കൺസൾട്ടേഷൻ കഴിഞ്ഞ് എമൗണ്ട് പറഞ്ഞ ക്ലയന്റിന്റെ അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് റിപ്പോർട്ട് പോകുന്നത്. ആദ്യം പോസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നില്ല. ആൻഡ് ആള് പിന്നെ കൊളാബ് റിക്വസ്റ്റ് ചെയ്തപ്പോ മാം പറഞ്ഞു അത് വേണ്ട, ഞങ്ങൾക്ക് അത് താല്പര്യമില്ല, നമ്മൾ അങ്ങനെ ആരെയും പ്രൊമോട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഗെയിൻ ആള് 2-3 സെഷൻ വീണ്ടും വന്നു. പേയ്മെന്റ് ചെയ്ത് തന്നെ ആള് പ്രൊസീജിയർ ഒക്കെ ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെഷൻ ഒരു 3-4 സെഷൻ കഴിഞ്ഞിട്ട് വീണ്ടും വന്നപ്പോൾ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിയെന്ന് ആൾ പറഞ്ഞു. ആൾ ഇതിനിടയിൽ വേറെ ഏതൊരു ക്ലിനിക്ക് വിസിറ്റ് ചെയ്തപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇവര് ഫെയർ ആയിട്ടിരുന്നാൽ മാത്രമേ ഇവർക്ക് കൊളാബ് കിട്ടൂ. ഈ കൊളാബ് കൊടുക്കുന്ന കമ്പനികൾ നോക്കും, അവരുടെ സ്കിൻ ടോൺ കൊള്ളാലോ, എന്നാൽ പിന്നെ അവർക്ക് കൊളാബ് കൊടുത്തേക്കാം. അങ്ങനെയാണ് ഇവര് ഫെയർ ആയിട്ടിരിക്കണം, എന്നാലും ഇവർക്ക് കൊളാബ് കിട്ടും. ഈ വൈറ്റനിങ് ക്രീം അതുപോലുള്ള ഐറ്റംസിന്റെ ഒക്കെ കൊളാബ് കിട്ടണമെങ്കിൽ അത് വേണം. ഇവരെന്താണ് ചെയ്യുന്നത്? ഈ ക്രീം ഇങ്ങോട്ട് എടുക്കും, എന്നിട്ട് ഇരുട്ടത്ത് വലിയ വെളിച്ചമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഈ ക്രീമൊക്കെ തേച്ച് കണ്ട ഞാൻ മുഖത്ത് ക്രീമൊക്കെ തേക്കാൻ പോവാണ്, ഇത് കുറച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്റെ മുഖം വിളവിളാന്ന് വിളിക്കും. എന്നിട്ട് കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും ക്യാമറ ഓൺ ആക്കിയിട്ട് ലൈറ്റ് ഇടും. അത്യാവശ്യം ലൈറ്റ് ഉള്ള സ്ഥലത്ത്. മോസ്റ്റ് ഓഫ് ദ ആളുകൾ ചിലപ്പോൾ ജനലിന്റെ അടുത്തൊക്കെ പോയി ക്യാമറ വെച്ചിട്ടായിരിക്കും. കാര്യം നോർമൽ സൺലൈറ്റിന്റെ ഒരു പ്രത്യേക ഭംഗി മുഖത്ത് കിട്ടും. മനസ്സിലായോ? അവിടെ പോയിട്ട് വീഡിയോ എടുക്കുക. അന്നേരം നോക്ക് വെട്ടിത്തിളങ്ങുന്നു, ക്രീം തേച്ചോണ്ടാണ് വിളിക്കുന്നത്. അല്ല, ലൈറ്റ് സെറ്റപ്പ് ഒന്ന് മാറ്റിയത് കൊണ്ടാണ് വിളിക്കുന്നത്. ഇതാണ് ഇവരുടെ ബേസിക് പ്രൊമോഷൻ ട്രിക്ക്. നമ്മളിത് പല വീഡിയോയിലകത്ത് പല ആൾക്കാരെ എക്സ്പോസ് ചെയ്ത് പറഞ്ഞ
പറഞ്ഞിട്ടുള്ളതാണ്. ജാസ്മോടെയൊക്കെ വീഡിയോ നമ്മൾ എടുത്ത് ചെയ്ത് കൃത്യമായിട്ട് പ്രൂഫ് അടക്കം എടുത്ത് കാണിച്ചിട്ടുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ട് മാറുന്നതനുസരിച്ച് നമ്മുടെ സ്കിൻ ടോൺ മാറും. ഇപ്പോൾ എൻ്റെ ബാക്കിൽ റെഡ് ആയതുകൊണ്ട് എൻ്റെ സ്കിൻ കുറച്ചുകൂടെ ഒന്ന് വെളുത്തിരിക്കുന്നു. ബ്ലൂ ആണെങ്കിൽ സ്കിൻ ടോൺ വേറെ കളറാവും. നിങ്ങൾ എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി. പിങ്ക് ആണെങ്കിൽ എൻ്റെ സ്കിൻ വേറെ കളറാവും. ഞാൻ ഇട്ടേക്കുന്ന ഷർട്ട് അതനുസരിച്ച് എൻ്റെ സ്കിൻ ടോൺ മാറും. ക്യാമറയിൽ ഞാൻ ഇട്ടേക്കുന്ന ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ഈ ഒരു കളർ, ഇനി ഞാൻ ഇട്ടേക്കുന്ന നീലയാണെങ്കിൽ എൻ്റെ സ്കിൻ ടോണിന് ഒരു യെല്ലോ ടിൻറ്റ് വരും. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രീം കൊടുക്കുമ്പോൾ ലൈറ്റിംഗ് സെറ്റപ്പ് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡൺ, പ്രൊമോഷൻ ഡൺ. ആക്ച്വലി ഈ ക്രീം ഇവരെ ഫെയർ ആകുന്നുണ്ടോ? എവിടുന്ന് ഫെയർ ആകുന്നില്ല. ഇവര് വെളുക്കുന്നതെന്ന് വെച്ചാൽ ഇവര് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ടാണ് ഇവർ വെളുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുന്നുണ്ട്, ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ എല്ലാം കൂടെ ചെയ്തതിന്റെ ഒരു എൻഡ് റിസൾട്ടാണ് നിങ്ങൾ വീഡിയോയ്ക്കകത്ത് കാണുന്നത്. പക്ഷെ ഇവർ വന്നിട്ട് പറയുന്നത് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന്റെ പേരിലാണ് എൻ്റെ മുഖം ഇങ്ങനെ ആയത് എന്നാണ്. അതൊരു തരത്തിലുള്ള ഇവരുടെ ഓഡിയൻസിനെ പറ്റിക്കൽ പരിപാടിയാണ്. ഇത് കണ്ടിട്ട് എനിക്ക് ഇതുപോലെ ആവണം, മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ണം കുറയും, ചേച്ചിയെ പോലെ ജോലയും വരും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി മേടിക്കും. എന്നിട്ട് അവർ തേച്ചിട്ട് കിൻഡൽ കണക്കിന് ബക്കറ്റ് കണക്കിന് ഒന്ന് തലയെ കോരി കഴിച്ചാൽ ഇങ്ങോട്ട് മാറുമോ? എവിടുന്ന് മാറാൻ? ഒന്നും മാറാൻ പോണില്ല. ചിലപ്പോൾ ഒന്ന് തേക്കുന്ന സമയത്ത് അങ്ങാണ് ഒരു ചെറിയൊരു വെളിച്ചം അങ്ങാണം വരും. അത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് പോകും. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്കിന്ന് ഈ പ്രൊമോഷന്റെ ക്രീമൊക്കെ തേച്ചിട്ട് ഡള്ളായി. പ്രൊമോഷന്റെ ആണോ അതോ വേറെ എന്തെങ്കിലും ക്രീം തേച്ചിട്ടാണോ അറിയില്ല. വോട്ട് എവർ എന്തോ തേച്ച് ഇവരുടെ സ്കിൻ ഡള്ളായി. അത് റെഡിയാക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ക്ലിനിക്കിൽ ചെല്ലുന്നത്. കാര്യം സ്കിന്ന് റെഡി ആയാലേ ബിസിനസ് വളരത്തുള്ളൂ. ഫെയർ ആണല്ലോ ഇവരുടെ ബിസിനസ്, പൈസ കിട്ടുന്ന പരിപാടി. മറ്റേ സാധനം തേച്ചിട്ട് വെളുത്തിട്ട് പാറിയതാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ഇവര് വീഡിയോയുടെ സമയത്തൊക്കെ ഇതുപോലുള്ള കമന്റ്സ് ഇവരുടെ വീഡിയോ അടിയിൽ വരുന്നുണ്ട്. ഇതിപ്പോ സുജയ പാർവതിയുടെ കഥ പറഞ്ഞതുപോലെ ആയല്ലോ. കല്യാണി നല്ലോണം വെളുത്തിട്ടാണല്ലോ ഇതുവരെ കണ്ട വീഡിയോയിലൊക്കെ, എന്ത് മറിമായം, കറുമ്പി ആയല്ലോ. ഈ രീതിയിലുള്ള കമന്റ്സ് ഒക്കെ കുറച്ച് നാളുകളായിട്ട് ഇവരുടെ വീഡിയോ അടി വരുന്നുണ്ട്. എന്താ പറ്റിയത്, ചേച്ചിക്ക് എന്ത് പറ്റി, എന്ത് വിഷമം ഉണ്ടോ, ഡള്ളായോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കുറെ വരുന്നുണ്ട്. മറ്റേ ക്രീം തേച്ചിട്ട് പണി കിട്ടിയാന്ന് പറയാൻ പറ്റില്ല. അന്നേരം അതിനൊരു പുതിയ കഥ. ഇവരുടെ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തിട്ട് എൻ്റെ സ്കിന്ന് കറുത്തുപോയി, അതൊരു കഥയായിട്ട് ഇറക്കാമല്ലോ. മനസ്സിലായോ? അതാകുമ്പോൾ ഒരു ജസ്റ്റിഫിക്കേഷനും ആവും. അല്ലാതെ ക്രീം തേച്ച് കറുത്തിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെടുത്ത് വെച്ച് പൊങ്കാലിടും. കാരണം ബ്യൂട്ടി വ്ളോഗർ നെയിം ടാഗ് അതുണ്ടായോണ്ട്. പക്ഷെ റിയൽ പ്രശ്നം എന്താണ്? അവിടെ പോയിട്ട് കൊളാബ് സെറ്റ് ആക്കാൻ നോക്കി, നടന്നില്ല. പിന്നീട് പൈസ കൊടുത്ത് തന്നെ ഇവർ 1-2 വട്ടം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. അതിനുശേഷം ഇവർക്ക് വേറൊരു കൊളാബ് സെറ്റായി. അന്നേരം അവിടെ ഈ ഫയലെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെല്ലുന്നു. അന്നേരം അവിടെ പ്രശ്നം ഉണ്ടാകുകയാണ്. ഇതിന്റെ ഓണറായിട്ടുള്ള ഈ നിലിഫർ എന്ന് പറയുന്ന ഡോക്ടർ, ഫാത്തിമ നിലിഫർ, അവരുടെ ഒരു വോയിസ് ബിയോണ്ട് ദ സീൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ പുള്ളിക്കാരൻ പുറത്തിട്ടുണ്ടായിരുന്നു. അവർ പറയുന്ന കാര്യങ്ങളൊന്ന് ഞാൻ വെക്കാം. ശരിക്കും സത്യം പറഞ്ഞാൽ വേറെ ഒരു ക്ലിനിക്കായിട്ട് അവർക്ക് ഒരു ഫ്രീ ആയിട്ട് കൊളാബ് ചെയ്യാൻ സമ്മതിച്ചു. അപ്പോൾ അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നിട്ട് നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ഹാർഡ് കോപ്പി വേണമെന്ന് പറഞ്ഞു. നമ്മുടെ ഹാർഡ് കോപ്പി എങ്ങനെ തരാം? ഹാർഡ് കോപ്പി എങ്ങനെ തരാം? ഏതൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ അവർ മൊത്തം ഫയൽ തരൂ? ഇല്ല. ഡിസ്ചാർജ് സമ്മറിയും അവർ കാരണം ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി. അപ്പോൾ അയാളൊരു ഗവൺമെന്റ് ഓഫീസ്, അതും ഹസ്ബൻഡ് പോലീസാണെന്നാണ് വന്ന് പറഞ്ഞത്. അപ്പൊ അന്ന് ഒച്ചപ്പാടും പാടും ക്ലിനിക്കിൽ ഉണ്ടാക്കി വെച്ചാൽ എവിടത്തെ പോലീസാന്ന് ചോദിച്ചു. പറഞ്ഞു സ്പെഷ്യൽ ഇൻസ്പെക്ടറാണ് ആദ്യത്തെ എന്ന് പറഞ്ഞു. ഞാൻ ഇതിനകത്ത് ആദ്യം കേസ് എടുക്കേണ്ടത് ഹസ്ബൻഡിന്റെ പേരിലാണ്. പോലീസാണെന്നാണ് ആദ്യം പറഞ്ഞതെന്ന് പേടിപ്പിക്കാൻ നോക്കിയതായിരിക്കും. പിന്നീട് അവർ ചോദിച്ചു എവിടുത്തെ പോലീസ് ചോദിച്ചു, വേറെ വെഹിക്കിൾ ഇൻസ്പെക്ടർ അന്നേരം ഉള്ളത് പറഞ്ഞു. ഈ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പോലെ അവിടെ പോലീസിന്റെ തസ്തികയിൽ പെടാൻ തുടങ്ങിയത് അതെനിക്ക് മനസ്സിലാവാത്തത്. അത് ഏത് പരിപാടി? പോലീസ് എന്ന് പറഞ്ഞാലേ ഇത് കിട്ടത്തുള്ളൂ. മനസ്സിലായ? അന്നേരം ചിലപ്പോ ഒന്ന് പേടിക്കും. അങ്ങനെ പേടിപ്പിക്കാൻ നോക്കിയതാ. പോയി പണിയാക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഓക്കെ വെഹിക്കിൾ ഇൻസ്പെക്ടർ, നിങ്ങൾ ഗവൺമെന്റ് ഒഫീഷ്യൽ അല്ലേ, കേസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുക. ക്ലിനിക്കിലെ ഫ്രണ്ടിൽ വന്നിട്ട് കുഴിച്ച് നിങ്ങൾ ചാവും, അങ്ങനെയൊക്കെ ഓരോന്ന് പറയും. നമ്മളാരും ഇത് ഇങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. ഒരാൾ വന്നിട്ട് ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞു വന്നൊരാള് ഇങ്ങനെ ഒച്ചപ്പാട് പാടുണ്ടാക്കുന്ന ഒരു അസഭ്യമായിട്ടുള്ള ഭാഷകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളും ഈ ഒരു ഗവൺമെന്റ് ഒഫീഷ്യലും അല്ലേ, അപ്പൊ ഞങ്ങളെല്ലാവരും ഇത് മിണ്ടാണ്ടിരുന്നു. സംഭവം നമുക്കിത് മനസ്സിലായില്ല. പിന്നീടാണ് നമ്മുടെ കൂട്ടത്തിലുള്ള സ്റ്റാഫുകൾ പറഞ്ഞ മാഡം കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞൊരു മാസമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒക്ടോബർ തൊട്ട് മെയ് വരെ നമ്മുടെ കസ്റ്റമർ ഫീഡ്ബാക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. കാരണം കേരളത്തിൽ ഇത്രയും ക്ലിനിക്സ് ഉള്ളപ്പോൾ ഡോക്ടർമാർ ശരിക്കും പണിയെടുക്കുന്നില്ലേ, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളുടെ കൊച്ചിയിലത്തെ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് എല്ലാ ക്ലയൻസിനെയും വിളിച്ചു ചോദിക്കും. പിറ്റേ ദിവസം ട്രിവാൻഡ്രത്ത് ഇരിക്കുന്ന ക്ലയന്റിനെയും കണ്ണൂർ ഇരിക്കുന്ന ക്ലയന്റിനൊക്കെ ചോദിക്കും, നിങ്ങൾ ഇന്നലെ ഈ കണ്ണൂർ ക്ലിനിക്കിൽ നിന്ന് ഇന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു, അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഡോക്ടർ എല്ലാവരും പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഓഡിയോ റെക്കോർഡ്സ്, ഡോക്യുമെന്റഡ് സിസ്റ്റംസ് നമുക്ക് ഓഡിയോ റെക്കോർഡ്സ് ഉണ്ട്. സാറ്റിസ്ഫൈഡ്. സോ ഇവരുടെ സാറ്റിസ്ഫൈ ഫീഡ്ബാക്കിന്റെ ഓഡിയോ റെക്കോർഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലിനിക്ക് അത് പുറത്തുവിടേണ്ടതാണ്. പറഞ്ഞു വരുമ്പോൾ തനി കച്ചറകൾ തന്നെ.
ഇല്ലേ? ഇങ്ങനെയുള്ള ടീംസാണ് ഈ യൂട്യൂബേഴ്സിനെയും കൂടെ പറയിപ്പിക്കുന്നത്. ആ ഒരു പ്രൊഫഷനെ ഒരു വില വെറും അങ്ങ് ഒരു വിലയും കൊടുക്കാത്ത രീതിയിൽ സമൂഹത്തിന്റെ മുന്നിൽ ചിത്രീകരിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾ കാരണമാണ്. മെയിൻ സംഭവിച്ചത് എന്താ വെച്ചാൽ വേറൊരു ക്ലിനിക്കാർ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾ ഓൺ ഗോയിങ് ട്രീറ്റ്മെന്റ് റെക്കോർഡ്സ് വേണമെന്ന് പറഞ്ഞു. അതിപ്പോ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാര്യം ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ ഇറങ്ങി പോണ സമയത്ത് വേറെ ഹോസ്പിറ്റലിൽ നമുക്ക് ഡിസ്ചാർജ് സമ്മറി കൊടുക്കണ്ടേ, അത് തരാന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് വൈഫ് അവിടേക്ക് ഒരിക്കലും നോക്കിയിട്ട് ഒന്നുകിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഫ്രീ കിട്ടണം, അല്ലെങ്കിൽ അവിടെ ഇവിടെ നടന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ എന്തിനാ ഇപ്പൊ ഉള്ളത് മുന്നോട്ടുള്ളത് ഫ്രീ തരണം നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചു. അപ്പൊ അവർ സ്വരം എന്തുവാടേ കൊളാബിന് വേണ്ടിയിട്ട് ദാഹിക്കുന്ന കല്യാണിയോ? ഏത് ദാഹമല്ല, ഇത് എരക്കല. കൊളാബിന് വേണ്ടി കിടന്ന് എരക്കുന്ന്. അയ്യേ എന്തൊരു കച്ചറ സ്വഭാവം. ഇതെല്ലാം വേദം കുറച്ച് ചാണകം വാരി തിന്നൂടെ എനിക്കൊക്കെ. രാജ ഡോക്ടറാണെങ്കിൽ 15 കൊല്ലം, ഞാനാണെങ്കിൽ എന്തോരം ഇന്റർവ്യൂസ് ഓരോ മീഡിയ ചാനൽസ് ഞാൻ കൊടുത്തിങ്ങനെ വെറുതെ വ്യാജ ഡോക്ടർമാരാണെങ്കിൽ ഇത് നടക്കും. നിങ്ങൾക്ക് അപ്പൊ തന്നെ അന്വേഷിച്ചിട്ട് വരുന്നില്ല. 8 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇനി എല്ലാ ട്രീറ്റ്മെന്റ്സിന്റെ ഇടയിലും എന്തെങ്കിലുമൊക്കെ ഓരോ എൻഡോഴ്സ്മെന്റ് ഓരോന്നിങ്ങനെ ചെയ്തു വരും. അപ്പൊക്കെ ഞാൻ ഇത് ചെയ്യില്ലേ കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഇന്ന ട്രീറ്റ്മെന്റ് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു സ്റ്റെബിലിറ്റി കിട്ടും റിസൾട്ട്സിന്. പോലീസിന് കേസ് കൊടുത്തു, നമ്മൾ ബില്ല് കൊടുത്തിട്ടില്ല, അതൊക്കെ ശുദ്ധ നുണയോ. നമ്മളിങ്ങനെ ബില്ല് കൊടുക്കാണ്ടിരിക്കുന്ന ഇവിടെ വല്ല ക്യാഷ് പേയ്മെന്റ്സ് ഉണ്ടോ? ഇത്രയും ക്ലിനിക്സ് ഓടുന്ന ആൾക്കാർക്ക് എങ്ങനെ ക്യാഷ് ആയിട്ട് ബ്ലാക്ക് മണി ഒക്കെ കിട്ടും? അതൊന്നുമല്ല, ഫുൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ബില്ലുകൾ അവർ രജിസ്റ്റേർഡ് പോസ്റ്റ് നമ്മുടെ അഗേൻസ്റ്റ് ഒരു കാര്യത്തിന് അയച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ ബില്ലുകൾ എല്ലാം വാട്സാപ്പ് വഴി ഷെയർ ചെയ്ത ഹാർഡ് കോപ്പീസ് തന്നിട്ട് കൂടുതൽ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ബ്രാൻഡിന് ഇങ്ങനെ ഒരാൾ കച്ച കെട്ടി ഇറങ്ങിയെങ്കിൽ നമുക്കത് ആക്കാം. ഇത് ആ കുട്ടിയുടെ മുഖത്തിന് എന്താ പറ്റിയേ? വല്ല പിമ്പിൾ വന്നോ, പാട് വന്നോ, കറുത്തു പോയോ, എന്താ പറ്റിയത്? അതെന്താ എന്താ പറ്റിയെന്ന് പറയാത്തത്? നമ്മൾ ബില്ല് കൊടുത്തിട്ടില്ല എന്നുള്ളത്. നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും ബില്ല് കൊടുക്കാലോ. ഇത് എനിക്ക് കാര്യം ഞാൻ പറയാം, ആ കുട്ടിയുടെ മെഡിക്കൽ ഹിസ്റ്ററി ഞാൻ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും നാട്ടുകാർക്ക് മനസ്സിലാവും ഇത് എന്തേ കുട്ടിക്ക് ചെയ്തു കൂട്ടണെന്നുള്ളത് യൂട്യൂബ് വഴി. അത് എന്റെ ഒരു എത്തിക്സിനെ, ഒരു ഡോക്ടറല്ലേ ഞാൻ, ഒരു ക്ലയന്റ്, നമ്മൾ ഒരു പേഷ്യന്റോ ക്ലയന്റോ നമ്മൾ വിളിച്ചിട്ട് ഒരു മീഡിയ പ്ലാറ്റ്ഫോമിൽ നമുക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് പുറത്ത് വിട്ടെങ്കിൽ അത് ലീഗലി ഞങ്ങൾക്കൊരു കേസായിട്ട് പറയുകയാണെങ്കിൽ 100% ഞാൻ പുറത്ത് കാരണം കുട്ടിയുടെ എഗെയിൻസ്റ്റ് ഉള്ള എന്താ ഞങ്ങൾ മെഡിക്കൽ ചെയ്ത കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. എനിക്ക് ഇതിന് മുന്നേ ഞങ്ങൾക്ക് വരുമ്പോൾ ഇതിന്റെ അവസ്ഥ എന്തായിരുന്നു. അതിന് മുന്നേ ആ കുട്ടിയെ ആകെ സ്റ്റിറോയിഡ് കുറെ ഉപയോഗിച്ചിട്ട് സ്കിന്നിന് ആകെ മൊത്തം ഇരുണ്ടിച്ചു പോയി. എന്നിട്ട് സ്റ്റിറോയിഡിന്റെ ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത് സ്കിൻ അട്രോഫി, ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും. ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാം ഉടായിപ്പ്, ലോക ഫ്രോഡുകൾ. ഇവരുടെയൊക്കെ ഒള്ളി ഇന്റൻഷൻ എന്ന് പറയുന്നത് മണി മാത്രമാണ്. ഒരു കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം പൈസ കിട്ടും അറിയോ? നല്ല ക്യാഷ് കിട്ടും. ഒരു 1 മിനിറ്റ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് ഇവരെയൊക്കെ വിശ്വസിച്ച് അതിനകത്ത് പോയി വീഴുന്ന ആളുകൾ. ഇവരുടെ ഓഡിയൻസിന്റെ അടുത്തൊന്നും ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും ഇല്ലെന്നേ. ഒള്ളി കമ്മിറ്റ്മെന്റ് പൈസയോട് മാത്രം. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ കണ്ടിട്ട് പിന്നെ ചാച്ചി എന്നും പറഞ്ഞ് പോയി വലിഞ്ഞേറി ചെല്ലുന്ന ടീംസ് ഉണ്ട്. ഇത് മാത്രമല്ല, ഈ അവിടെ കിടന്ന് ഈ ഭാര്യയും ഭർത്താവും ഇവിടെ ചെന്നിട്ട് കാട്ടിക്കൂട്ടിയ കാട്ടായങ്ങളെ പറ്റി ഈ ഡോക്ടർ പറയുന്നുണ്ട്. അതുകൂടെ ഒന്ന് കേട്ടു നോക്ക്. ഗവൺമെന്റ് ഒഫീഷ്യല് എന്റെ ക്ലിനിക്കിൽ വന്ന് മെറ്റാ ഗ്ലാസ്സിൽ എടുത്ത് എല്ലാം റെക്കോർഡ് ചെയ്തു. പിന്നെ റിസൾട്ട് റെക്കോർഡ് ചെയ്യാൻ പാടില്ല, ശരിയല്ല. കാരണം പല അത് മാറും. ഞങ്ങൾക്ക് വി ഹാവ് എ CCTV ഫുട്ടേജ് ഓഫ് ദാറ്റ്. ലൈക്ക് ഹി കെയിം ബാർജ് ഇൻടു ദ ക്ലിനിക്. ആ ക്ലിനിക്കിന്റെ ഏറ്റവും വരെ എല്ലാം മെറ്റാ ഗ്ലാസിൽ ഷൂട്ട് ചെയ്ത്. അപ്പൊ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഹലോ, ഞങ്ങളുടെ പ്രൈവസി പോളിസിന്റെ ഒരു ക്ലയന്റ് എങ്ങനെ ഡോർ തുറക്കുകയാണെങ്കിൽ അവർ ലേസർ ചെയ്യുകയാണെങ്കിൽ തുണി എന്തെങ്കിലും കുറഞ്ഞ് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെറ്റാ ഗ്ലാസ് അത് പതിഞ്ഞാലോ. അത് മാത്രമല്ല, എന്റെ ഷർട്ടിന് നമ്മളൊക്കെ ചിലപ്പോൾ സമയത്ത് ക്ലിനിക്കിൽ നടക്കുമ്പോൾ കോട്ട് ഊരുകയാണെങ്കിൽ ചെറിയൊരു ട്രാൻസ്പെറൻസി ഒക്കെ ചിലപ്പോൾ നമ്മുടെ ഷർട്ടിനുണ്ടായിരിക്കും. എപ്പോഴും കോട്ട് ഇടുമ്പോൾ കോട്ടൊന്ന് ഊരി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഷർട്ടിന്റെ ഉള്ളിൽ കൂടെ നമ്മുടെ അണ്ടർഗാർമെന്റ്സ് ഒക്കെ കാണാം. ഡോക്ടർ അവർ ലേഡീസ് മാത്രം നിൽക്കുന്നത് നമ്മൾ അയാൾ അതൊക്കെ മെറ്റാ ഗ്ലാസ് ഷൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഈ മെറ്റാ ഗ്ലാസ് എന്താണെന്ന് അറിയാലോ? മെറ്റയും റെയ്ബാനും തമ്മിൽ കൊളാബ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഗ്ലാസ് ആണ്. ആ ഗ്ലാസിനകത്ത് ക്യാമറയുണ്ട് 2 സൈഡിലായിട്ട്. ഇത് അറിയാവുന്നവർക്ക് മാത്രം അത് ക്യാമറ ഉണ്ട് എന്നറിയാം. സാധാരണക്കാർക്ക് ആർക്കും ഇതിനകത്ത് ക്യാമറ ഉണ്ടെന്ന് പെട്ടെന്ന് അറിയില്ല. ഇയാൾ അവിടെ പോയിട്ട് ഈ സാധനം വെച്ചിട്ട് ഷൂട്ട് ചെയ്യുകയാണെന്ന് അവർക്ക് കാര്യം പിടിയിട്ട് അതുകൊണ്ട് അപ്പോഴേ അവർ പറഞ്ഞത് പറ്റത്തില്ലെന്ന്. എന്നിട്ട് ഷൂട്ട് ചെയ്യുമെങ്കിൽ അത് കാണിച്ചത് ഭൂകൃതരമാണ്. ഒന്നാമത്തെ കാര്യം അവരുടെ ക്ലയന്റിന്റെ പ്രൈവസി, അതിനൊക്കെതിരെ പ്രോപ്പർ ആക്ഷൻ എടുക്കേണ്ടതാണ്. പിന്നെ ഇവിടെ ഈ നിലുഫർ ഡോക്ടർ പറയുന്ന മറ്റൊരു കാര്യം, അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ചെറിയൊരു വുമൺ കാർഡ് ഇറക്കിയ പോലെ ഫീൽ ചെയ്തു. നമ്മൾ പറയുമ്പോൾ എല്ലാ വശങ്ങളും പറയണമല്ലോ. ഇവരിനകത്ത് പറയുന്ന ഒരു കാര്യം, ഇവരുടെ പ്രൊസീജിയർ റൂമിൽ ഡോറങ്ങണം തുറക്കുന്ന സമയത്താണ് ഇയാൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം അതിനകത്ത് ക്ലയന്റിന്റെ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുകയാണെങ്കിൽ അതിനകത്ത് പതിയും അവരുടെ പ്രൈവസി വയലേഷൻ വരും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെ ഷൂട്ട് ചെയ്തത് ഓക്കെ, അത് തെറ്റാണ്. പക്ഷെ അങ്ങനെ ഒരു സാധനം ഡോറ് തുറക്കുന്ന
തുറക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ക്ലയന്റിന്റെ പ്രൈവസി പോകുന്ന തരത്തിൽ നിങ്ങളുടെ ഡോറ് പണിത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫോൾട്ടാണ്. അതുകൊണ്ട് ഡോക്ടർ അത് നിങ്ങളുടെ ഫോൾട്ട് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഡോറിന്റെ ഒരു കർട്ടനോ എന്തെങ്കിലും ഒന്ന് മേടിച്ചിടുക. ഇപ്പൊ അയാൾ ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, ക്ലയന്റിന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അത് കാണാൻ പറ്റുമെങ്കിൽ അതും പ്രൈവസി വയലേഷൻ ആണ്. അവരുടെ ഇതല്ലേ ആൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം ആ ഡോറ് തുറക്കുമ്പോൾ കാണുന്ന പരിപാടി നിങ്ങൾ മാറ്റുക, അത് നിങ്ങളുടെ ഫോൾട്ടാണ്. രണ്ടാമത്തത് കോട്ടെങ്ങാണോ ഊരുന്നത്, ഈ റിസപ്ഷനിൽ നിന്നായിരിക്കണം മേ ബി നിങ്ങൾ ഈ വഴക്കുണ്ടാക്കുന്നത്. റിസപ്ഷനിൽ നിന്ന് ആരാണ് കോട്ട് ഊരുന്നത്, അതെനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഒക്കെ എല്ലാം നമ്മൾ പറയും. ഒരാൾക്കെതിരെ നമുക്ക് ആരോപണങ്ങൾ ആരോപിക്കാം, പക്ഷെ ഇങ്ങനെയുള്ള കാർഡ്സ് ഇറക്കിയുള്ള ആരോപണങ്ങൾ നമ്മൾ ഒരിക്കലും എന്റർടൈൻ ചെയ്യുന്നതല്ല. എന്ന് കരുതി ലവൻ വന്നിട്ട് സാധനം വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു അർത്ഥവും ഇതിനകത്തില്ല. ഓക്കെ, എനിക്ക് അതിനോടാണ് ദേഷ്യം. അല്ലാതെ ഗീതാലക്ഷ്മിയുടെ ജീവിതം അപായപ്പെടുത്തിയോ അയാളുടെ ഒരു മുഖം ഞങ്ങൾ പൊള്ളിക്കുകയോ അതിലൊരു ബേൺ മാർക്ക് അതൊന്നുമില്ല. ആ കുട്ടി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വന്ന് ഇതെല്ലാം വന്ന് ഷൂട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മളെ എന്താ പറയാ ഭീഷണിപ്പെടുത്താം. 3 ലക്ഷം ഫോളോവേഴ്സ്. എനിക്ക് അതിനോടാണ് പ്രശ്നം. ഇതൊക്കെ ആരാണ് ഭീഷണിപ്പെടുത്തിയത്? പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ആണോ അതോ പുള്ളിക്കാരത്തിയാണോ? ഹസ്ബൻഡ് പുള്ളിക്കാരത്തി കരഞ്ഞോണ്ടേ ഇരിക്കുക. പുഴുത്ത് ചാവും നിങ്ങള് മറ്റേ പുഴുത്ത് ചാവും എന്നും പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡാണ് ഭീഷണിപ്പെടുത്തിയത്. എന്തൊരു കച്ചറയെന്ന് പറഞ്ഞ തനി കച്ചറ. ഈ എല്ലാം വന്ന് കൊല്ലത്താണല്ലോ ദൈവമേ അടിയുന്നത്. ഈ ഫോളോവേഴ്സിന്റെ യൂട്യൂബിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ആണെങ്കിൽ ഫോളോവേഴ്സിന്റെ കണക്ക് പറഞ്ഞ് പേടിപ്പിക്കുന്ന അതൊരു കൈൻഡ് ഓഫ് പേടിപ്പിക്കലാണ്. ഞാൻ നിന്നെ അങ്ങ് ക്ഷണത്തിക്കളയും എന്നുള്ള രീതിയിൽ അമ്മാതിരി പരിപാടിയൊക്കെ അത് ഭയങ്കര ചീപ്പാണ് കേട്ടോ, ഭയങ്കര ചീപ്പാണ്. ബാക്കിയുള്ളവരെ കൂടി പറയിപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടിയാണ്. ഞങ്ങൾക്കൊരു ബിസിനസ്സിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം നാട്ടിലുള്ള എല്ലാ ബിസിനസ്സുകാരെ കുറിച്ചും ഇതിങ്ങനെ പോലെ യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒക്കെ ചിലപ്പോൾ പറയായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലോണം അറിയാം നമ്മൾ എത്ര നന്നായി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 15 കൊല്ലം സർവൈവ് ചെയ്യില്ല. ആഴ്ച മുന്നേ സംയുക്ത വർമ്മ മറ്റേ ധന്യ വർമ്മയുടെ ഒരു ഇന്റർവ്യൂല് സംയുക്ത വർമ്മ ആക്ട്രസ് ഒരു 40 മിനിറ്റ് കഴിഞ്ഞ വീഡിയോ നോക്കുകയാണെങ്കിൽ എനിക്ക് അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ലൈക്ക് ആ ക്ലയന്റ് സംയുക്ത വർമ്മ നമ്മുടെ അടുത്ത് എന്നെ കുറിച്ച് പറഞ്ഞൊരു കാര്യമായിരുന്നു. ലൈക്ക് പാഷന് ചെയ്യണതാണ്, ബിസിനസ്സിന് ചെയ്യുന്നതല്ല. ഇങ്ങനെയൊക്കെ ബിസിനസ് കൊണ്ടുനടക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ പാഷന് വേണ്ടി ചെയ്തു. അപ്പൊ അതുകൊണ്ട് പറയുന്നത് വളരെ നമ്മൾ നേരത്തെ വെച്ച വീഡിയോ പറ്റിയാണ് ഇവർ പറയുന്നത്. ഓക്കെ, സംയുക്ത വർമ്മ അങ്ങനെ പറഞ്ഞ കാര്യത്തെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് അവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാവാത്ത അപ്പൊ നാട്ടിലേക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒറ്റ ചോദ്യമുള്ളൂ, ആ കുട്ടിയുടെ മുഖത്തിന് എന്താ പറ്റിയത്? നിങ്ങൾ പഴയ യൂട്യൂബിന്റെ വീഡിയോസും പഴയ ഇൻസ്റ്റാഗ്രാമും നോക്കി ഇപ്പോഴത്തെ വീഡിയോസും കൂടെ നോക്കുമ്പോൾ എന്താ ഞാൻ എന്റെ മുഖത്ത് പാട് വരുത്തിയോ? 8 പേർക്ക് ബുദ്ധിയും ബോധം ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതാ വന്നിട്ട് എന്റെ മുഖത്ത് നോക്കി സംസാരിച്ച കാര്യങ്ങളും ഭർത്താവിന്റെ ഓരോ ആക്ഷൻസും എന്നെ ഭീഷണിപ്പെടുത്തിയതും അയാൾ മെറ്റാ ക്ലാസ് നിങ്ങളിത് ഉപയോഗിക്കരുത്, നിങ്ങൾ ചെയ്യരുത്, ഞങ്ങളുടെ ക്ലയൻസിന്റെ പ്രൈവസി ആണെന്ന് പറഞ്ഞപ്പോ ഇവിടെ നിന്ന് വീഡിയോ വെച്ചിട്ടൊന്നുമില്ലല്ലോ, ഫോട്ടോ എടുക്കാൻ പാടില്ലാന്ന്. അതും മാത്രമല്ല അയാൾ പറഞ്ഞു പോയ രീതി എന്നെ പറയും. കമ്മീഷണറിനൊക്കെ എനിക്കറിയാം. ഒരു കമ്മീഷൻ ഇവിടെ ഭർത്താവാണ് ആദ്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ ഒഫൻസ് ചെയ്തേക്കുന്നത്. ഒന്ന്, ഇവര് പറഞ്ഞ അനുസരിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക, ക്ലിനിക്കിൽ കയറി അലമ്പുണ്ടാക്കുക, പോലീസ് ആണെന്നും പറഞ്ഞ് അയാളുടെ ജോലി ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് ഇവരുടെ ക്ലയൻസിന്റെ പ്രൈവസി വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുക. അങ്ങനെ കുറെ ഐറ്റംസ് ഇതിനകത്ത് അണ്ണൻ ചെയ്തു വെച്ചിട്ടുണ്ട്. കല്യാണി ഒന്നും ചെയ്തില്ല, പ്രാക്ക് മാത്രമേ ഉള്ളായിരുന്നു. അവിടെ നിന്ന് മാക്കം മോങ്ങിയിട്ട് നീ മുഴുത്തോടി എന്ന് പ്രാക്കൽ മാത്രമേ ഉള്ളായിരുന്നു എന്നാണ് പറയുന്നത്. കമ്മീഷണർ വിളിച്ചതുണ്ട് ഇങ്ങനെ ഒരു കാര്യം സംബന്ധിച്ചു. ഞാൻ എന്റെ പോലീസിനെ വിളിപ്പിച്ചിട്ട് അവരെ ക്ലിനിക്കിൽ നിന്ന് പുറത്താക്കിയത് ഞാൻ പറഞ്ഞ പോലീസിലാണ് കൊടുത്തത്. കേസിന്റെ ചാർജ് ഷീറ്റ് ഒന്ന് കാണിച്ചു തരുമെന്ന്. കേസ് ഞങ്ങളാ കൊടുത്തത്. ഞാൻ ആക്ച്വലി പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട് അവരെ അർപ്പിച്ചത്. അപ്പൊ എന്താ അറിയോ, നിങ്ങളെ പോലത്തെ പ്രമുഖ യൂട്യൂബേഴ്സിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ കേൾക്കാനൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള പേര് അത് മിസ്യൂസ് ചെയ്യാതിരിക്കുക. അതാണ് റെസ്പോൺസിബിൾ യൂട്യൂബേഴ്സ് ചെയ്യേണ്ടത്. അതിനൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയ ചിലപ്പോൾ എഴുതും. ദർ ആർ വെരി ഗുഡ് യൂട്യൂബേഴ്സ്. സോ ഇവർ പറയുന്നത് വെച്ച് ഇവരുടെ മെയിൻ പ്രശ്നം കൊളാബ് കിട്ടാതിരുന്നതാണ്. അതിന്റെ ദേഷ്യമാണ് കല്യാണി കാണിച്ചതെന്നാണ് ഇവരുടെ നറേഷൻ. കല്യാണി വീഡിയോ ആയിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. അന്നേരം കല്യാണിക്ക് പറയാനുള്ളതെന്നൂടെ നമുക്ക് കേൾക്കണം. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഒരു യൂട്യൂബർ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5-6 സബ്സ്ക്രൈബേഴ്സ് കയറി കഴിഞ്ഞാൽ ഞാനങ്ങ് എന്തോ വലിയ ആളായി എന്നുള്ള ഒരു ഭാവം എന്നതിന്റെ അഹങ്കാരം, നമുക്കൊരു അഭിമാനം തോന്നാം. നമ്മളെ ഒരുപാട് ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവും. പൈസ കിട്ടുന്ന സമയത്ത് ഒരു താഴ്ന്ന പ്രൊഫൈലിൽ നിന്ന് ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഒരു ഹൈ പ്രൊഫൈലിലോട്ട് ചിലപ്പോൾ മാറാം. ഇതൊക്കെ സംഭവിക്കാം, ഇതൊക്കെ നോർമലാണ്, ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ അഹങ്കാരം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്തെങ്കിലും കീറിക്കഴിഞ്ഞ് ഞാൻ അങ്ങ് യൂട്യൂബറാടാ, ഞാൻ നിന്നെ അങ്ങ് സ്വനത്തിക്കളയും എന്നുള്ള ഒരു അഹങ്കാരം, അത് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വന്ന വഴി മറക്കരുത്, അതേ പറയാനുള്ളൂ. പൈസയോടുള്ള ആർത്തിയാണ്. കൊളാബ് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്കിൻ ട്രീറ്റ്മെന്റ് ഒക്കെ അത്യാവശ്യം നല്ല പൈസ ആവുന്നതാണ്. കൊളാബ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം അങ്ങ് ഇതാവും. ഞാനും ഇതിനു മുമ്പ് കൊളാബ് എന്ന് പറയാൻ പറ്റുന്നില്ല, ഞാൻ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് അവരെനിക്ക് കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം
എൻ്റെ ചാനലിൽ കൂടെ ഞാൻ വളരെ ജെന്യുവനായിട്ടാണ്, ഈവൻ ഞാൻ അവർക്കൊരു വീഡിയോ ഷൂട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെന്നെ വെച്ചിട്ട് ആ സമയത്ത് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം ഇപ്പോഴും ആ ഒരു ക്ലിപ്പ് അവരുടെ കയ്യിലും കിടപ്പുണ്ട്, എൻ്റെ കയ്യിലും ക്ലിപ്പ് കിടപ്പുണ്ട്. ഞാനത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, എനിക്ക് ഇതിനകത്ത് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉള്ളതുപോലെ പറയും. അതിനകത്ത് സങ്കടം തോന്നിയിട്ട് വിഷമം തോന്നിയിട്ട് യാതൊരു കാര്യമില്ല, എന്നെങ്കിൽ മാത്രം മതി എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അന്നേരം പുള്ളിയും പറഞ്ഞത് ഓക്കെ അനന്തു അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, ഇതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുപോലെ ഈ ബ്യൂട്ടി വ്ളോഗ് ചെയ്യുന്ന നല്ല ആൾക്കാർ ഉണ്ടാവണം. കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ സംശയമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് പഠിച്ച് അത് അവർ ദിവസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം യൂസ് ചെയ്ത് അത് ഗുണമുണ്ടോ ഇല്ലയോ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട്. ഈ പൈസയുടെ പുറകിൽ പോകാതെ ഓഡിയൻസിനോട് കുറച്ച് കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന ആളുകളുണ്ട്. അവരെയും കൂടി പറയിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള കല്യാണിയെ പോലുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സ് പെരുമാറുന്നത്. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും നിങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടി വ്ളോഗറോ അല്ലെങ്കിൽ വേറൊരാളെങ്കിലും പറഞ്ഞിട്ടല്ല അത് പരീക്ഷിക്കേണ്ടത്. നിങ്ങളൊരു പ്രോപ്പർ കൺസൾട്ടേഷൻ എടുക്കുക, അതിനുശേഷം അതിന് ഉപയോഗിക്കുക. അതല്ലാതെ ഒരു ബ്യൂട്ടി വ്ളോഗർ പറയുന്നത് കണ്ടിട്ട് നമ്മൾ പോയി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ പിന്നെ നമ്മൾ ഗിനിപ്പന്നി എന്ന് വിളിക്കേണ്ടി വരും. കാര്യം പരീക്ഷണ വസ്തുവായി പോകും നമ്മൾ, മനസ്സിലായ? അതുകൊണ്ട് ഈ ഡോക്ടറുടെ ക്വാളിഫിക്കേഷനെ പറ്റി ഇവർ പറയുന്നുണ്ട്, ഞാൻ ഒന്ന് വെക്കാം. ഐ എം MBBS ഡോക്ടർ, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസ് യേനപ്പോയ മെഡിക്കൽ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തു. MSc ഡെർമറ്റോളജി നാഷണൽ ഹെൽത്ത് സർവീസ് കിങ്സ് കോളേജിൽ നിന്ന് ലണ്ടനിൽ പാസ്സായി. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിലായിരുന്നു. അവിടുന്ന് കോസ്മെറ്റിക് കെമിസ്ട്രി പഠിച്ചു. കാരണം ഇവിടെ ലേസറും കോസ്മെറ്റിക് കെമിസ്ട്രി ഒന്നും പഠിപ്പിക്കുന്നത് 20 കൊല്ലം മുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവരാണ് ഫോറിൻ ഡിഗ്രി എന്ന് പറയുന്നത്. ഈ ഫോറിൻ ഡിഗ്രിക്കാരുടെ അടുത്ത് ഇത്ര പ്രശ്നമാണെങ്കിൽ ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ പിന്നെ എന്തിനാണോ US-ലോട്ടും UK-ലോട്ടൊക്കെ വന്ന് റോബോട്ടിക് സർജറി ഒക്കെ പഠിക്കണോ? ജീവലക്ഷ്മി. So she was consulting under you, correct? No, first consultation was me. After that I was the review. ഇവര് അത്യാവശ്യം തിരക്കുള്ള ഡോക്ടറാണ്. പറയുന്നതിൽ നിന്ന് മനസ്സിലായല്ലോ ക്വാളിഫിക്കേഷൻ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട് ഇവർക്ക്. അപ്പം ഇവരുടെ അണ്ടറിലാണ് ഈ പറയുന്ന ബാക്കിയുള്ള ഡോക്ടേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഗുണം ആ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും കിട്ടും. ആദ്യം ഈ പറയുന്നത് ജീവലക്ഷ്മി എന്നാണ് ഇവരുടെ യഥാർത്ഥത്തിലുള്ള പേരല്ലേ. അപ്പം ഇവർ ഈ പറയുന്ന കല്യാണി ആദ്യം ഇവരെയാണ് കൺസൾട്ട് ചെയ്തത്. അതിനുശേഷം ബാക്കിയെല്ലാം ഇവർ റിവ്യൂ ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഡോക്ടേഴ്സ് ആയിരുന്നു ഇവരെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇവരുടെ ഈ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണി ബാക്കിയുള്ള ഡോക്ടേഴ്സ് MBBS VDS എടുത്തവർ മാത്രമാണ് വന്നിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊച്ചാക്കുന്ന തരത്തിലൊരു സംസാരം ആ ഒരു 1 മിനിറ്റ് റീലിനകത്ത് പറയുന്നുണ്ടായിരുന്നു. അന്നേരം നമുക്ക് തിരിച്ച് ചോദിക്കാനുള്ളത്, ഈ പറയുന്ന പ്രോഡക്റ്റ് ഒക്കെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ക്വാളിഫിക്കേഷനാണ് കല്യാണിക്കുള്ളത്? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കാനേ പറ്റത്തുള്ളൂ. 8 months ആയപ്പോഴാണോ ഇവരുടെ ക്വാളിഫിക്കേഷൻ തപ്പി നിങ്ങൾ ഇറങ്ങിയത്? അതും കൊളാബ് കിട്ടാതായപ്പോഴാണോ ക്വാളിഫിക്കേഷൻ തപ്പി ഇറങ്ങിയത്? ഇത്രയും നാള് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. കൊളാബ് കിട്ടാതിരുന്ന സമയത്ത് 8 മാസം കഴിഞ്ഞതിന് ശേഷം ക്വാളിഫിക്കേഷൻ പോരാ എന്നും പറഞ്ഞിട്ട് വരികയാണ്. വളരെ പരിതാപകരം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അപ്പൊ എന്താണെങ്കിലും കല്യാണിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഇതാണ് ഹോസ്പിറ്റലുകാർക്ക് പറയാനുള്ള വെർഷൻ. ഇനി കല്യാണിക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. കല്യാണിയുടെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. വാട്ട് എവർ, എന്താണെങ്കിലും തെളിവ് സഹിതം വെച്ചിട്ട് സംസാരിക്കുമെന്നാണ് പുള്ളിക്കാരത്തി ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ തെളിവൊന്നും വന്നിട്ടില്ല, അപ്പം വരുമായിരിക്കും. പക്ഷേ എന്നാൽ പോലും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഡോണ്ട് ട്രസ്റ്റ് ഇങ്ങനെയുള്ള കൂതറ ബ്യൂട്ടി വ്ളോഗേഴ്സ്. 2, കൊളാബ്. ഇത് പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. ഓഡിയൻസിൻ്റെ അടുത്ത് ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റ്സും ഇല്ല. അത് ഇവർ ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇവരുടെ പല വീഡിയോസിൽ നിന്ന് ഇവർ തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ. പിന്നെ 3, ഇവർ ഈ പറയുന്ന പോലെ ഇവരുടെ ഹസ്ബൻഡ് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് വെറും നാറിയ പരിപാടിയാണ്. ഇങ്ങനെക്കെതിരെ കേസ് എടുക്കേണ്ടതാണ്. അങ്ങനെ ഒരു കൊട്ട തെറ്റുകൾ ഇവർ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതിനൊന്നും ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ എന്താണെങ്കിലും കല്യാണ വഴികളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കൂടുതലൊന്നും പറഞ്ഞില്ല. അപ്പോൾ ശരി, ബൈ.